ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ മമ്മൂക്കയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സംഭവം വേറൊന്നുമല്ല, പ്രൊഡക്ഷൻ നമ്പർ 7 മമ്മൂക്ക വില്ലനായി വരുന്ന, വിനായകൻ നായകനായി വരുന്ന ജിതിൻ കെ ജോസ്, കോ റൈറ്റർ ഓഫ് കുറുപ്പ്, ആ സിനിമയുടെ കോ റൈറ്ററാണ്, സഹ രചയിതാവാണ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ മുമ്പ്, ഏകദേശം രണ്ടാഴ്ച മുമ്പ് എങ്ങാണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു അപ്ഡേറ്റ് പറഞ്ഞ സമയത്ത് കുറെ ആളുകൾ വന്ന് കമന്റിൽ കടന്ന് മെഴുകുകയായിരുന്നു. അതായത് വെറുതെ തള്ളി വിടണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ നമ്മുടെ ദേവരയുടെ റിയാക്ഷൻ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ വീഡിയോന്റെ ഫുൾ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇന്ന സിനിമ ഇങ്ങനെ ചെയ്യും, ഇത് എത്രയും പെട്ടെന്ന് എന്താ മമ്മൂട്ടി വേറൊരു വർക്കായിട്ട് നടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഓടിച്ച് എന്താണ് ഇത് പറയാ, പെട്ടെന്ന് അതിൽ വരുന്നില്ലൂടെ, ഇതിന്റെ പൂജ സെറിമണി നടത്താൻ ഇവര് തീരുമാനിക്കണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നടക്കും, അത് കഴിഞ്ഞ് 2 ആഴ്ചക്ക് ശേഷമായിരിക്കും മമ്മൂക്ക ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് ആകെ 2K വ്യൂ ആണ് ഉള്ളത്. അതിലൊരാൾ മമ്മൂട്ടിയാണോ എന്ന് എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട്. കാരണം പുള്ളിക്കാരൻ ഇത്രയും വേദനകൾ ജംഷീർ എന്റെ കുട്ടൻ സഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നേരെ പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞു എന്നാണ് കേട്ടത്. പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി തന്നെയാണ്. വേഗം ഈ പൂജ സെറിമണി അങ്ങ് നടത്തിയേക്കുന്നു പറഞ്ഞ് കേട്ടില്ല, കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർ ഈ പൂജ സെറിമണി നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇതാണ് പോസ്റ്റ്. പ്രൊഡക്ഷൻ നമ്പർ 7 മമ്മൂട്ടി കമ്പനി ചെയ്യാൻ പോകുന്ന സിനിമ ജിതിൻ കെ ജോസ്, അറിയാലോ, അങ്ങനെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൂടാതെ അവര് കുറെ അവിടെ സ്റ്റിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, സെറിമണി സ്റ്റിൽസ്. മമ്മൂക്കയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ജോർജ് ചേട്ടനൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ കൂടി നിന്നിട്ട് കുറെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടേ. അപ്പൊ പൂജാ സെറിമണി കഴിഞ്ഞു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പരിപാടി നടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ആ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നലെ പറഞ്ഞാണ്, എന്നാൽ ഒന്നും കൂടെ ഒന്ന് പറയാം. ഇതിന്റെ ഡയറക്ഷൻ ജിതിൻ കെ ജോസ് ആണ്, കോ റൈറ്റർ ഓഫ് കുറുപ്പ്, മ്യൂസിക് സുഷിൻ ശ്യാം, DOP റോബി വർഗീസ് രാജ്, നമ്മുടെ കണ്ണൂർ സ്ക്വാഡ്, പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി. ഇതൊരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ആണ് സിനിമ. വിനായകൻ പ്ലേസ് ദ ഹീറോ ആസ് എ കോപ്പ് ആൻഡ് മമ്മൂട്ടി ടേക്സ് ഓൺ ദ ആന്റി ഹീറോ റോൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ സിനിമ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയാണ്. പ്രൊഡക്ഷൻ നമ്പർ 7 കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി ചെയ്യാൻ പോകുന്ന സിനിമയാണെന്നുള്ളതാണ്. കഴിഞ്ഞ 6 സിനിമകളും ഗംഭീര സിനിമകളായിരുന്നു. പ്രൊഡക്ഷൻ നമ്പർ 7 നല്ല കിഡിലൻ സിനിമയാണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം സെലക്ഷൻ മമ്മൂട്ടിയുടേതാണ് എന്നുള്ളതാണ്. ആൻഡ് മമ്മൂട്ടി ഒരു പടം ചെയ്യുന്നു പറയുമ്പോൾ, അതും വില്ലനായിട്ട് വരുന്നു പറയുമ്പോൾ അറിയാലോ, നമ്മുടെ റോഷാക്കിൽ വില്ലൻ ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാലും വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതായത് പുഴു, അങ്ങനെ 2-3 സിനിമകളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോ വീണ്ടും ഒരു വില്ലനായിട്ടൊരു കഥാപാത്രം ചെയ്യാന്ന് പറയുമ്പോൾ, ബ്രഹ്മയുഗത്തിൽ വില്ലൻ ടൈപ്പ് ക്യാരക്ടറാണ്. അത് വീണ്ടും ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ, അത്രയും ആ ക്യാരക്ടറിന് അത്രയും വാല്യൂ ഇല്ലാതെ വെറുതെ ഒരു ക്യാരക്ടറൊന്നും മമ്മൂക്ക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യില്ല. അപ്പൊ തന്നെയാണ് സിനിമയുടെ പ്രതീക്ഷ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വന്നതിന് ശേഷം സംസാരിക്കാം. സോ ഇത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മമ്മൂക്കേന്റെ ഒരു സ്നേഹം.